ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ജൂലൈ ഫസ്റ്റിന് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് ജൂലൈ 8 അല്ലേ, അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വെക്കുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ നമുക്ക് സന്തോഷമായിട്ട് നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എങ്ങനെ കാരണം ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് നമ്മളെ മെൻ്റലിയും ഫിസിക്കലി എല്ലാം എഫക്റ്റ് ചെയ്യുന്ന. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതൊക്കെ എങ്ങനെ ഒഴിവാക്കി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വേറെ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരാഴ്ചയിൽ നിങ്ങളത് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിലേക്ക്, അതായത് ജൂലൈയിലുള്ള കാര്യങ്ങൾ, ജൂലൈയിൽ ചെയ്യാൻ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്, കാരണം 4 ആഴ്ചകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് വീക്കിൽ നമുക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിരുന്ന കാര്യം രണ്ടെണ്ണം. ഒന്ന്, നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആകാൻ നോക്കുക. അതായത് നമ്മളിപ്പം ഞാനെപ്പോഴും ഹൗസ് വൈഫ് അല്ലെ ഹോം മേക്കേഴ്സ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ വീട്ടമ്മമാർ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് വരെ ഭയങ്കരമായിട്ട് പണി ചെയ്യുക. വീട്ടിലുള്ളവരെല്ലാം സന്തോഷിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യാനും അവരെ പറ്റി കൺസേൺഡ് ആണെന്ന് കാണിക്കാനും, വയ്യായെങ്കിലും ഓക്കെ ഹെൽത്തി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം നമ്മൾ കിടന്ന് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുക. കാരണം നമുക്ക് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്ത് നമ്മൾ നല്ല ആൾക്കാരാണ്, നല്ല അമ്മയാണ്, നല്ല ഭാര്യയാണ്, പിന്നെ നല്ല മകളാണ് എന്നൊക്കെ കാണിക്കത്തക്കോണം നമ്മൾ പല കഷ്ടപ്പാടുകളും നമ്മളവിടെ കിടന്ന് ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നാ ശരിക്കും പറഞ്ഞാൽ? നമ്മളിതെല്ലാം ബോധ്യപ്പെടുത്തി ഇന്നിത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇവരാരെങ്കിലും ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒന്നതാണ്, ഇത്രയ്ക്കും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കങ്ങനെയാണ് പറയാനുള്ളത്. കാരണം ഡെഫിനറ്റ്ലി കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യും, ഞാൻ എൻ്റെ ടൈം അത്രയ്ക്കൊന്നും കളയേണ്ട കാര്യമില്ലായിരുന്നു, ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ഇത്രയും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് തന്നെ ക്ഷമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കുക. അതായത് നമ്മൾ പറയത്തില്ലോ, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയോ, മോന് സ്കൂളിൽ പോയപ്പം ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല, അവൻ വിശന്നിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഹസ്ബൻഡ് പോയപ്പോൾ ഞാനൊന്ന് ബൈ പറഞ്ഞില്ല, ഒന്ന് സീ ഓഫ് ചെയ്തില്ല, അത് വിഷമം. ഞാൻ പറഞ്ഞ എന്തിന്? അതൊക്കെ ഓക്കെയാണ്. കാരണം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് നമ്മളങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടെ മെൻ്റലി റിലാക്സ്ഡ് ആവുമായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ആവശ്യമില്ലാതെ നമ്മൾ ഓവറായിട്ട് പണി ചെയ്യാനും പോകേണ്ട കാര്യമില്ല. ആവശ്യമില്ലാതെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. കുറ്റബോധം കൊണ്ട് നമ്മളെ അങ്ങ് വിഷമിപ്പിക്കുക. നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ നമ്മുടെ ബോഡിയും കൂടെ വിഷമിക്കും, ക്ഷീണിക്കും. അങ്ങനെ ഈ രണ്ട് കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യേണ്ട. ഇപ്പം ഞാൻ പറയുന്ന യങ് മദേഴ്സ് ആണെങ്കിലും, ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് ആകാറായി, 40s ഞാൻ ഇത്രയും കാലം ചെയ്ത പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞാനത് ചെയ്തില്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, അവരും മനുഷ്യരല്ലേ. അവർക്കത് മേക്കപ്പ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതവരങ്ങ് മേക്കപ്പ് ചെയ്ത് പൊക്കോളും. ഞാൻ അതിനെല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനാണ് നമുക്ക് കൂടുതൽ രീതിയിലുള്ള നമ്മളായിട്ട് ഇല്ലാതായി പോകും. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒത്തിരി അങ്ങ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഓരോരുത്തർക്കും വേണ്ടുന്ന ഫുഡ് ഉണ്ടാക്കാം. ഇപ്പം മക്കൾ എത്ര പേരുണ്ട്, അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുക. ഹസ്ബൻഡ് ഈ ഫുഡ് വേണം, പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആ ഫുഡ് വേണം. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് നിൽക്കാനും ഇരിക്കാനും നേരമില്ല, നമ്മൾ ഓട്ടമാണ് ശരിക്കും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഞാനത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഒരു വീട്ടമ്മ ഒരു വീട്ടിലിരുന്ന് എന്തെല്ലാം കാര്യം ആലോചിച്ചാണ് നടത്തുന്നത്. അതിനേക്കാളും ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ജോലിയാണ് ഓഫീസിൽ പോയിട്ട് നമ്മൾ ജോലിക്ക് പോയിട്ട് വരുന്നത്. ഞാൻ പല ജോലികൾക്കും പോയിട്ടുണ്ട്, പല കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഓഫീസിലെ ജോലി എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിയേക്കാളും എളുപ്പം. നമുക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഒരു മാസം ജോലി കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടും. വീട്ടിൽ സാലറി കിട്ടത്തില്ല, റെക്കഗ്നീഷൻ കിട്ടത്തില്ല. ഓഫീസിൽ റെക്കഗ്നീഷൻ കിട്ടും നന്നായിട്ട് ചെയ്താൽ. ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ വളരെ എളുപ്പമാണ്. വീട്ടിലെ ജോലിയാണ് നമ്മളിപ്പം സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, അത് അടുക്കി നമ്മൾ ഓരോ കബോർഡിൽ വെക്കണം. പിന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസിൽ പോകുന്ന ആളുണ്ട് അതിൻ്റെ ആ കാര്യങ്ങൾ,
ഇങ്ങനെ ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മുടെ ബ്രെയിൻ ഫുൾ ടൈം ഇങ്ങനെ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓവർ തിങ്കിങ്ങോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കും. നമുക്ക് ചെയ്യാവുന്ന മിനിമം കാര്യങ്ങളും ചെയ്യുക, അത് വൃത്തിയായിട്ട് ചെയ്യുക. നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം ചെയ്യുക, അതിനപ്പുറത്തോട്ട് കയറി ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഹാപ്പിയാണോ എന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്കിപ്പം ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ ചെയ്തു കൊടുക്കും, ഇത്രേ ഒക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ തുണി നനച്ചു, വിരിക്കാനായിട്ട് നമ്മൾ പോവും, തുണി നമ്മൾ നനയ്ക്കണം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമ്മൾ കല്ലിൽ കൊണ്ടിട്ട് അടിക്കണം. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും, മക്കൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിക്കണം, ഹസ്ബൻഡിൻ്റെ ഷൂ പോളിഷ് ചെയ്യണം, ടിഫിൻ കഴുകണം. ടിഫിൻ കഴിക്കാൻ കൊണ്ടുവന്നൊരു കഴുകാതെ കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരും, അത് കഴുകണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ, രാവിലെ മുതൽ രാത്രി വരെ ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കണം, അവർ തന്നെ ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഓവർ പ്രൊഡക്റ്റീവ് ആവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ പല കാര്യങ്ങൾക്കും ചിലർ മനുഷ്യൻ്റെ ഒരു പ്രത്യേകം മലയാളികൾക്കുള്ളൊരു സ്വഭാവമാണ്, നീ എന്നാൽ അങ്ങനെ എന്നോട് ചെയ്തല്ലോ, അല്ലെ നീ ഇത് ചെയ്തില്ലല്ലോ, നമ്മളെ ആവശ്യമില്ലാതെ കുറ്റം പറയുന്നവർ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു കാരണവശാലും ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും അതിൻ്റെ 100% അവർ കാണത്തില്ല. നമ്മളത് ഓക്കെ, അത് നീ ചെയ്യേണ്ടതല്ലേ എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ട് ഓവറായിട്ട് ഇങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ചെയ്തില്ലല്ലോ എന്ന് വെച്ച് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. ചെയ്യാവുന്നത് ചെയ്യുക, ഇല്ലാത്തത് പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെയും കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയല്ലേ. വീട്ടമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാവരുടെയും പോലെ തന്നെ ഒരു ചെറിയ പാർട്ട് നമ്മൾ ചെയ്യുന്നു. അല്ല, ഇപ്പോൾ ഒത്തിരി മെമ്പേഴ്സ് ഒരു വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മെയ്ഡിൻ്റെ ആവശ്യമുണ്ട്, 1 or 2 മെയ്ഡിൻ്റെ ആവശ്യമുണ്ട്. കാരണം ആ വീട്ടിലുള്ള 5 or 6 or 7 പേരുടെ ജോലി ഈ ഒരാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ മാനസികമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അധികം നാൾ ഓടത്തില്ല. ഒരു ദിവസം വരുമ്പോൾ നമ്മളങ്ങ് വീക്കാവും, ടയേർഡാവും, സിക്കാവും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പല കാര്യത്തിനും നോ പറയാൻ പഠിക്കണം. നമുക്ക് നോ പറയാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരും ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറ്റും എന്ന് നമ്മൾ പറഞ്ഞ് കുറേ നാളോടും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 2 കാര്യങ്ങൾ ഈ 2nd week of July 2026 നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അത് ഞാൻ ചെയ്യും. അതിൻ്റെ ആവശ്യമുള്ളൂ. ഫുഡാണെങ്കിലും ഇത്രയും ഫുഡുണ്ട്, അത് ആവശ്യമുള്ളവർ കഴിക്കുക, ഇല്ലാത്തവർ കഴിക്കണ്ട. രണ്ടാമത്തെ കാര്യം, ആവശ്യമില്ലാതെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി കുറ്റബോധം കൊണ്ട് നടക്കാതിരിക്കുക. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, അത് ചെയ്യേണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു അത് നമുക്കൊക്കെ ഒരുപാടുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ചെയ്യുക. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ 4 കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് ശരിക്കും അതൊരു പീസ്ഫുൾ ആയിരിക്കും. എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യുന്നോ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. മറ്റുള്ളവരുടെ റിയാക്ഷൻ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയേ വേണ്ട. നമുക്ക് ഇതേ പറ്റത്തുള്ളൂ, നമ്മളത് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.